ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഓണാഘോഷത്തിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ലേറ്റായി പോസ്റ്റ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഓണത്തിൻ്റെ ആ ഒരു തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഓണം വീഡിയോസ് കണ്ടപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ട്രിവാൻഡ്രത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ഒരു അരിമാവ് ഒഴിക്കുന്നതും അതുപോലെ ഓണം കൊള്ളുന്ന ചടങ്ങൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതറിയാത്തവർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലെ എറണാകുളത്ത് ഇങ്ങനെയാണ് നമ്മൾ ഓണാഘോഷം ആഘോഷിക്കുന്നത്. അപ്പോൾ ഉത്രാടം ഡേ ആണ്. അപ്പോൾ മോർണിംഗ് തന്നെ നമ്മൾ പൂത്തറ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഈ ഒരു പൂത്തറ അത്തം മുതൽ പൂത്തറയൊക്കെ ഇട്ടിട്ട് അതിൽ പൂവിടുന്നവരുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൂളൊന്നും ഫോളോ ചെയ്ത് വരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് പെർഫെക്റ്റ് ആണെന്നോ എന്നും പറയുന്നില്ല. നമ്മൾ കണ്ടു വളർന്ന രീതിയിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉത്രാടം മോർണിംഗിൽ അമ്മ ഇതുപോലെ ഒരു പൂത്തറ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഈ ഒരു പൂത്തറയിലാണ് നമ്മൾ ഉത്രാടത്തിന് പൂവിടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കുറേ പൂത്തറകളും അതുപോലെ റെഡിമെയ്ഡ് അത്തപ്പൂക്കളും വരെ നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പൂത്തറയുടെ മരം വെച്ചിട്ടുള്ളൊരു സെറ്റ് കിട്ടിയായിരുന്നു തൃക്കാക്കര അപ്പനും ഈ ഒരു പൂത്തറയൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഈ ഒരു മണ്ണിൽ വെച്ചിട്ടുള്ള തറയുടെ മുകളിൽ അത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മണ്ണൊക്കെ വെച്ചിട്ട് ഈ ഒരു പൂത്തറ സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു മരം വെച്ചിട്ടുള്ള പൂത്തറ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു പൂത്തറയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അതിശയം തോന്നും, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വരുമോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂത്തറയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ. മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അപ്പോൾ നമ്മൾ പൂവൊക്കെ ഇടാമെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും പൊരിഞ്ഞ മഴയായി. അപ്പോൾ നമ്മൾ വിചാരിച്ച് മഴയൊക്കെ തോർന്ന് ആവട്ടെ പൂവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉത്രാടം ആയതുകൊണ്ട് നമ്മൾ ഉത്രാടത്തിന് 10 ഓണമാണ് വീട്ടിലിടുന്നത്. അപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉത്രാടത്തിന് 10 ഓണം ഇടുന്നു. അതോടുകൂടി നമ്മൾ പൂവിടുന്ന ആ ഒരു ഉത്രാടത്തിന് ലാസ്റ്റാണ് നമ്മൾ പൂവ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തുമ്പപ്പൂ വെച്ചിട്ടാണ് പൂക്കൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ 10 ഓണമാണ് ഇടുന്നത്. അപ്പോൾ ഉത്രാടം ആയതുകൊണ്ട് തന്നെ ഉത്രാടത്തിന് വീടിൻ്റെ പടിക്ക് പുറത്ത് വരെ പൂവിടണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ പടിക്ക് പുറത്ത് വരെ പൂവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പൂത്തറയാണ് ഫസ്റ്റ് പൂക്കളൊക്കെ കൊണ്ട് സെറ്റാക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ പൂവായിട്ട് ഇട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ പൂവൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന പൂക്കളും പിന്നെ നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും പൂക്കൾ ഉണ്ടെങ്കിൽ അതിനുള്ള പൂവ് നമ്മുടെ വീട്ടിലിപ്പോൾ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂവൊക്കെ ഇട്ട് അപ്പോൾ വഴി വരെ പൂവിട്ടിട്ട് അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നവർക്കൊക്കെ ഇത് അതിശയമായിരിക്കും, എന്താ ഇങ്ങനത്തെ ഒരു ചടങ്ങ് എന്നൊക്കെ. അത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ്. അപ്പോൾ എറണാകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് ഓണാഘോഷത്തിന് നമ്മൾ ഉത്രാടത്തിന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉത്രാടത്തിന് പടിക്ക് പുറത്ത് വരെ നമ്മൾ 10 ഓണമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ടയേർഡായി, കാരണം അത്രയധികം പൂവിട്ട് തീരാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉത്രാടം മോർണിംഗ് ഇതുപോലെ പൂവൊക്കെ ഇട്ട് നമ്മളുടെ ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് ഡേ ആണ്. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഇതുപോലെ കുരുത്തോല കൊണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ അലങ്കരിക്കുകയാണ്. അപ്പോൾ മാവേലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ കുരുത്തോല അതുപോലെ തന്നെ ജമന്തി ഒക്കെ ഇട്ടിട്ട് നമ്മൾ വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഉത്രാടത്തിന് രാത്രി 12 മണിക്ക് ശേഷമാണ് നമ്മൾ ഓണം കൊള്ളൽ എന്നാണ് പറയുന്നത്. ഓണം കൊള്ളൽ അഥവാ മാവേലി വരവേൽക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഉത്രാടത്തിന് 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ 12 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓണം കൊള്ളൽ ചടങ്ങ് നടത്താം. അപ്പോൾ ഇത് മോർണിംഗ് 4 മണിക്കും എല്ലാം നടത്തുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രി 12 മണിക്ക് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പൂത്തറയിലെ പൂവൊക്കെ മാറ്റി ഈ ഒരു തറ നന്നായിട്ട് കഴുകി വൃത്തിയാക്കും. അപ്പോൾ ഈ ഒരു തറയിൽ ചാണകമൊക്കെ മെഴുകി അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ചാണകമൊന്നും കിട്ടാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പൂത്തറ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിമാവ് വെച്ചിട്ട് കോലം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അരിമാവ് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഇതുപോലെ കോലം വരയ്ക്കുന്ന രീതിയിൽ നല്ല ആ ഒരു തിക്നെസ്സിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തറ ഫുള്ളായിട്ട് കോലം വരച്ചിട്ട് ഈ ഒരു തൃക്കാക്കര അപ്പനെ വെക്കുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ കോലം വരയ്ക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ മുറ്റം എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വഴി വരെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അരിമാവ് വെച്ചിട്ട് ഇങ്ങനെ കോലം വരച്ച് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അരിമാവ് വെച്ചിട്ട് വഴി വരെ ഇതുപോലെ കോലം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കോലം വരച്ചതിന് ശേഷം നമ്മൾ തൃക്കാക്കര അപ്പനെ ഇവിടെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ വെക്കാറുണ്ട്. അപ്പോൾ 3 തൃക്കാക്കര അപ്പനായിട്ട് വിഷ്ണു, ശിവൻ അങ്ങനെയൊക്കെ പ്രതിനിധാനം ചെയ്തൊക്കെ വെക്കാറുണ്ട്. ഇത് കൂടാതെ മഹാബലിയെ സെന്ററിൽ വെച്ചിട്ട് അങ്ങനെ വെക്കുന്ന രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ സെന്ററിലായിട്ട് മഹാബലിയെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അരിമാവ് കൊണ്ട് കോലമൊക്കെ വരച്ചതിന് ശേഷം നമുക്ക് മഹാബലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അടയുണ്ടാക്കും. പൂവട എന്നാണ് പറയുന്നത്. ഈ അടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കനലിൽ ചുട്ടെടുക്കുന്ന അടയാണ്. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന അടയല്ല. അതുമാത്രമല്ല ഈ ഒരു അടയിൽ നമ്മൾ ഉപ്പോ മധുരോ ഒന്നും ചേർക്കാറില്ല. ഇതിൽ തുമ്പപ്പൂ ചേർക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചുട്ടെടുക്കുന്ന അടയാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഈ ഒരു പൂവടയും അരിമാവ് കൊണ്ട് കോലം വരയ്ക്കലും. പിന്നെ ഇത് കൂടാതെ തുമ്പപ്പൂവൊക്കെ വെച്ചിട്ട് നമ്മൾ മാവേലിയെ വരവേൽക്കുന്ന ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ അരിമാവൊക്കെ വെച്ചിട്ട് കോലമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി 12 മണിക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു കോലമൊക്കെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പം മഴ കുറച്ച് പ്രശ്നമായിട്ട് വന്നു. കാരണം ഈ ഒരു അരിമാവ് വെച്ച് വരയ്ക്കുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, ഇത് ഒലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു മഴ ഒന്ന് തോർന്ന സമയത്താണ് ഞാൻ ഈ ഒരു അരിമാവ് വെച്ചിട്ട് ഈ ഒരു കോലമൊക്കെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആചാരമൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇതൊരു ആചാരമല്ല, നമ്മൾ പണ്ടോട്ട് ഇങ്ങനെ ചെയ്തു വന്നുകൊണ്ട് നമുക്ക് പിന്നെ ഇതൊക്കെ എന്താ പറയുക, കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമൊന്നുമല്ല. നമ്മളൊരു എന്താ പറയുക, മാവേലിയെ വരവേൽക്കുക ഒരു പണ്ട് മുതലേ കണ്ടുവരുന്ന ചടങ്ങായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോലമൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂവടയും അതുപോലെ തന്നെ തുമ്പപ്പൂവൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വരച്ച കോലം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ പല രീതിയിലൊക്കെ വരയ്ക്കുന്നവരൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് ആ ഒരു കോലത്തിൻ്റെയൊക്കെ രീതിയിലൊക്കെ വരയ്ക്കുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വഴിയുടെ ആ ഒരു എൻഡ് വരെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേ നമ്മൾ പൂവല്ല യൂസ് ചെയ്യുന്നത്, തുമ്പപ്പൂവാണ്. തുമ്പപ്പൂ മാത്രമല്ല, തുമ്പക്കുടമെന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു തുമ്പ കടയും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ വരച്ചതിന് ശേഷം നമ്മളൊരു വാഴയില സെൻറ്ററിൽ വെച്ചതിന് ശേഷം അതിൽ മഹാബലിയെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പണ്ടൊക്കെ നമ്മൾ മഹാബലിയൊക്കെ വീട്ടിൽ തന്നെ മണ്ണൊക്കെ കുഴച്ച് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാം വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മൾ തൃപ്പൂണിത്തുറ പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ മഹാബലിയും തൃക്കാക്കരപ്പനെയൊക്കെ നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. വളരെ രസമായിട്ട് മണ്ണൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ചെയ്തൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഇത്രയും മനോഹരമായിട്ടൊക്കെ എങ്ങനെയാണ് മാവേലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലയൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ സെൻറ്ററിലായിട്ട് മഹാബലിയെ ഇരുത്തുകയാണ്. അതിനുശേഷം നമ്മൾ സൈഡിലൊക്കെ ആയിട്ട് തൃക്കാക്കരപ്പന്മാരെ വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു ഇല വെച്ചതിന് ശേഷം അതിലാണ് നമ്മൾ ആ ഒരു പൂവട വെച്ചു കൊടുക്കുന്നത്. പൂവടയും പിന്നെ ശർക്കര വരട്ടിയും കായ വറുത്തതും നമ്മൾ വെക്കുന്നുണ്ട്. ഇത് കൂടാതെ വിളക്കും ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് വേ ഓഫ് ഓണം കൊള്ളലല്ല, നമ്മളുടെ നാട്ടിലുള്ള രീതിയിലുള്ള ഓണം കൊള്ളലാണ്. അപ്പോൾ പല രീതിയിലും പല ഈ ഒരു ചടങ്ങിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാവേലിക്ക് നമ്മൾ ഇതുപോലെ അരിമാവ് കോലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിമാവ് വെച്ചിട്ട് നമുക്ക് മഹാബലിയെ പല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അരിമാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഈ ഒരു മാവേലിക്ക് ഇങ്ങനെ പൊട്ട് കുത്തുന്ന പോലെയൊക്കെ റൗണ്ടിലൊക്കെ കുത്തി കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു അരിമാവ് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ അരിമാവ് കോരി ഒഴിച്ചിട്ടുള്ള രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ വഴിക്ക് പുറത്തായിട്ട് ഒരു ഇല വെച്ചിട്ട് അവിടെ 3 തൃക്കാക്കര അപ്പനെയും വെക്കും കേട്ടോ. അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് എന്നുള്ള ആ ഒരു ത്രിമൂർത്തി സങ്കല്പത്തിലാണ് നമ്മൾ ഈ ഒരു ഇലയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു 3 മാവേലിയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ മഹാബലിയുടെ ഒരു മണ്ണ് കൊണ്ടുള്ള ആ ഒരു ഇതാണ് നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഉരല്, ആട്ടുകല്ല് അങ്ങനത്തെയുള്ള മണ്ണ് വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. അത് ഓരോ നാട്ടിലും ഓരോന്നാണ്. നമ്മുടെ ഇവിടെ ഉരല്, ആട്ടുകല്ല് അതൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. ഇതുകൂടാതെ ചെറിയ 2-3 തൃക്കാക്കരപ്പന്മാരെ നമ്മൾ ആ ഒരു പൂത്തറയിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പൂവടയും ശർക്കര വരട്ടിയും കായ വറുത്തതും വെച്ചിട്ടുണ്ട്. അതുപോലെ അരിമാവ് വെച്ചിട്ട് കോലവും വരച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഓണം കൊള്ളുന്ന ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് 5 തിരിയിട്ട വിളക്ക് കത്തിച്ച് ചന്ദനത്തിരിയും വെച്ചിട്ട് വീട്ടിൽ ഒരാൾ ഈ ഒരു വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ വഴിയിൽ നിന്ന് അകത്തേക്ക് മാവേലിയെ സ്വീകരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് ചെന്നിട്ട് വിളക്കും ചന്ദനത്തിരിയും കത്തിച്ച് അവിടെ നിന്ന് തൊട്ട് നമ്മൾ മാവേലിയെ സ്വീകരിക്കുക എന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം ആർപ്പോ വിളിച്ചിട്ടാണ് മാവേലിയെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ വഴിയിൽ നിന്ന് വരുമ്പോൾ തന്നെ തുമ്പക്കുടവും ഈ ഒരു കുരുത്തോല കട്ട് ചെയ്തതും കൂടി മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ സ്വീകരിച്ചാണ് മാവേലിയെ അകത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കുളിച്ചറിയാമല്ലേ? ഇവിടെ അമ്മ അച്ഛമ്മ കുളിക്കും. എൻ്റെ അടുക്കൂടെ അപ്പൊ അങ്ങനെ നമ്മൾ ആർപ്പൊക്കെ വിളിച്ചിട്ട് മഹാബലിയെ വീട്ടിലേക്ക് സ്വീകരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ചാച്ചനാണ് ഇവിടെ ആർപ്പ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ആർക്കും ആർപ്പ വിളിക്കാനുള്ള സൗണ്ടും ഇല്ല, എന്താ പറയാ, അതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. പക്ഷെ അച്ചാച്ചൻ നല്ല സൗണ്ടില് ഇതുപോലെ ആർപ്പൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ വീട്ടില് മാവേലി വന്നു എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കൈയൊക്കെ മതിലിൽ പതിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും ഈ ഒരു അരിമാവിൽ മുക്കിയിട്ട് ഇതുപോലെ മതിലിൽ ഇങ്ങനെ കൈ പതിച്ചു. നമ്മുടെ മഹാബലി നമ്മുടെ വീട്ടിൽ വന്ന് ഓണം
കൊണ്ടു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ്റെയൊക്കെ ഭാഗം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ പല നാട്ടിലും പല രീതിയിലാണ്. അതുപോലെ ഇപ്പോഴൊക്കെ ഇങ്ങനത്തെയൊക്കെ ആചാരം ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെറുപ്പം മുതലേ ഇത് കണ്ടു വളർന്നുകൊണ്ട് ഇത് ചെയ്യാനൊരു ഇൻട്രസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ഇത് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവന്ന കാര്യങ്ങളായതുകൊണ്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഉണ്ട്. അതുപോലെ ഈ ഒരു ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിൽ ഈ ഒരു മധ്യ കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു അരിമാവ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റെപ്പിലും എല്ലാം നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഓണാഘോഷത്തിൻ്റെ ആ ഒരു ഇതിന് ഓണാഘോഷം സമാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മളെല്ലാവരും പോയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് അമ്പലത്തിലേക്ക് പോയി ഓണസദ്യയൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് നമ്മുടെ വീട്ടിൽ പൂവിടുന്ന ചടങ്ങൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു പൂക്കളം, അത് നമ്മൾ കൂടുതൽ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ ഇട്ടത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും പൂക്കളോടെ ഇഷ്ടമായതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞു പൂക്കളം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓണം കൊണ്ടതിന് ശേഷം നമ്മൾ പൂക്കളം വീട്ടിൽ ഇടുന്ന പതിവില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇറയത്തെ ഒരു കുഞ്ഞ് പൂക്കളമൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോർണിംഗ് നമ്മൾ എണീറ്റ് ഈ ഒരു കുഞ്ഞു പൂക്കളമൊക്കെ സെറ്റാക്കിട്ടോ. അപ്പോൾ കുറച്ച് പൂവൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു കുഞ്ഞു പൂക്കളമൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് രാവിലെ ഇതുപോലത്തെ ഒരു പൂക്കളമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്താ പറയുക, ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണന്മാരില്ലാത്ത ഞങ്ങളുടെ ഫസ്റ്റ് ഓണമാണ് കേട്ടോ. അപ്പോൾ അവന്മാർ പൂനെയിലാണ്. അപ്പോൾ അവന്മാരില്ലാതെ നമ്മൾ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അവരുടെ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് എത്താൻ പറ്റിയില്ല. എങ്കിൽ പോലും നമ്മളൊരു കുഞ്ഞു രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചു. അതിനുശേഷം നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മളിതുപോലെ മരിച്ചു പോയവർക്കോ അല്ലെങ്കിൽ ഗണപതിക്കോ അങ്ങനെ സങ്കല്പിച്ച് നമ്മൾ ഒരു ഇല വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണസദ്യ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഓണസദ്യയിൽ ആദ്യം കൊണ്ടുപോയി സാമ്പാർ വിളമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവിടെയുള്ളവർ ഫുള്ള് ആ ഒരു ഓണസദ്യയുടെ ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഒരു പരിപ്പും നെയ്യും അത് ഓപ്ഷണലാണ്. കാരണം നമ്മളെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. പക്ഷേ നമുക്ക് മെയിൻ സാമ്പാറാണ്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ സാമ്പാറാണ് ഫസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം സൈഡിലേക്ക് പരിപ്പും നെയ്യും കൂടി കഴിച്ചതിന് ശേഷമാണ് അവിടെ സാമ്പാർ വിളമ്പുന്നത്. അപ്പോൾ എനിക്കറിയാതെ ഞാൻ അത് കൊണ്ടുപോയിട്ട് ആദ്യം ചോറിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റീല് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോഴും ആരൊക്കെയോ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഏത് നാട്ടിലെ സദ്യയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് സദ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ എന്താ പറയുക, അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കുഞ്ഞു വീട്ടിലെ ഒരു കുഞ്ഞു ഓണമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അമ്മൂൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മാൻഡേറ്ററി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും നമുക്ക് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോ ഇട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഫീല് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ കുഞ്ഞ് ഓണാഘോഷത്തിൻ്റെ ഒരു വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ നാട്ടിലെ ഓണാഘോഷം എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യണതെന്നൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണേ.